ജനുവരി 22-ന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം എല്ലാ ജയിലുകളിലും ഉണ്ടായിരിക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ചടങ്ങുകൾ കുറ്റവാളികളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുമെന്നതാണ് സർക്കാർ വാദം. അതേസമയം കൊച്ചി മെട്രോയ്ക്ക് അനുവദിച്ചിരുന്ന 2 ബോട്ടുകൾ അയോധ്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പി ജെ അരുൺ ഇപ്പോൾ ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ് കാവ്യ. അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിപാടികൾ തന്നെയാണ് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള UP സർക്കാർ അയോധ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷ്ഠ നടക്കുന്ന ദിവസം ആ ഉത്തർപ്രദേശിലെ ജയിലുകളിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് വേണ്ടി ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ ലൈവായി കാണിക്കണം, തത്സമയമായി സംപ്രേഷണം ചെയ്യണമെന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ UP സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ ചടങ്ങ് കാണുന്നതോടുകൂടി UPയിലെ ജയിലുകളിൽ കഴിയുന്ന 1.5 ലക്ഷത്തോളം 1.5 ലക്ഷത്തോളം കുറ്റവാളികളുടെ മനസ്സ് ശുദ്ധീകരിക്കുമെന്നുള്ള വിചിത്രമായ ന്യായവും സർക്കാർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ കൊടും കൃത്യങ്ങൾ നടത്തി ജയിലുകളിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് വേണ്ടി അയോധ്യ ക്ഷേത്ര ചടങ്ങ് തത്സമയ സംപ്രേഷണം കാണിക്കുവാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട വിവരം, കൊച്ചി മെട്രോയ്ക്കായി അനുവദിച്ചിരുന്ന 2 ബോട്ടുകൾ അയോധ്യയിലേക്കും വാരണാസിയിലേക്കും എത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള. അതിൽ ഒരു ബോട്ട് ഉത്തർപ്രദേശിലേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അടുത്ത ബോട്ട് കൂടി വരുന്ന ദിവസങ്ങളിൽ എത്തിക്കുമെന്നുള്ളതാണ്. ഇത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന ബോട്ടുകളായിരുന്നു. ഇതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോയുടെ സർവീസിനെ ഇത് ബാധിക്കും, അല്ലെങ്കിൽ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സമയത്തിൽ ഈ ബോട്ടുകൾ നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ആരോപണമില്ല. ഇത് അയോധ്യയ്ക്ക് വേണ്ടി UP സർക്കാരിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടാണെന്നുള്ള വാദഗതികളും വരുന്നുണ്ട്. കാവ്യ.